തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കാനുള്ളതായ ഭാഗം വലിയ നിരാശയെക്കുറിച്ചാണ്. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഞാൻ വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഒരു വെളിപ്പാടുകാരൻ യോഹന്നാനിൽ കൂടി ദൈവത്തിൻ്റെ ഹിതത്താൽ നമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതായ ചില വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ക്രൂശിൽ കിടന്നതായ പച്ചയായ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ തെറ്റുകളെ ഏറ്റുപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. അതിന് മറുപടിയായി കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഇവിടെ പറുദീസ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വരദാനങ്ങളിൽ ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. നിങ്ങളെ എൻ്റെ അടുക്കൽ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി അതിനുശേഷം നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ ഞാൻ വേഗം വരുന്നു എന്നതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് ഇവിടെ നമ്മോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി: നിൻ്റെ വരവിൻ്റെ അടയാളം എന്ത് എന്ന്. അതിന് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ, നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ ഈ കാലഘട്ടത്തിൽ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൻ്റെ സംഭവങ്ങളെ കണ്ട് നമ്മൾ ഭയന്നു പോകരുത്. സാത്താൻ ആകാശത്തിൽ നിന്ന് തീയിറങ്ങുമാറ് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് ഈ കാണുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത് അതിനെ അഡിക്റ്റായിട്ട് പോകുന്നതായ ഒരു കൂട്ടം ജനതയെ വലിയൊരു നിരാശയിലേക്ക് എത്തിക്കും എന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളിൽ വേരുകളൂന്നി വിശ്വസിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരെയും സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടി വലിയ നിരാശയിൽ നിന്നും രക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെ പറയുന്നു: ഞാൻ വേഗം വരുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ക്രൂശിൽ കിടന്നതായ പച്ചയായ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ചു: നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. ആ പച്ചയായ മനുഷ്യനെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയുടെ ഒരു ഉത്തരം കർത്താവ് ആ മനുഷ്യനെ കൊടുക്കുകയുണ്ടായി. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു എന്ന യുഗപുരുഷൻ്റെ അടുക്കൽ നിന്നുകൊണ്ടാണ് ആ പച്ചയായ മനുഷ്യൻ പറയുന്നത്. അവനിൽ വലിയൊരു നിരാശ ഉണ്ടായപ്പോൾ ആ നിരാശയ്ക്ക് കാരണമായ തെറ്റുകളൊക്കെയും ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു: നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത് വിശ്വാസത്തിൽ വേരുകളൊന്നി പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനങ്ങളിൽ വേരുകളൊന്നി വിശ്വാസത്തിൻ്റെ പറുദീസയിൽ എത്തുവാൻ, വിശ്വാസത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നുദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, വിശ്വാസത്തിൽ വേരുകളൊന്നി അങ്ങ് നൽകുന്നതായ പ്രത്യാശയിൽ അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടിയിരിക്കുന്നതായ ആ ഒരു വിശ്വാസത്തിൻ്റെ എല്ലാവിധമാകുന്ന സംഭാവനകളും നേടിയെടുക്കുവാൻ അടിയങ്ങളെയും അവിടുന്ന് സഹായിക്കണം. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.